സൗന്ദര്യവർദ്ധക ചികിത്സകൾക്ക് വലിയ പ്രചാരമാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. അങ്ങനെ പ്രചാരം നേടിയ ഒരു ക്ലിനിക്കിൽ മൂക്കിൻ്റെ എല്ലിനുണ്ടായ വളവ് നേരെയാക്കാൻ ശസ്ത്രക്രിയ ചെയ്ത ഒരു യുവതിക്ക് നേരിടേണ്ടി വന്നത് വലിയ ദുരവസ്ഥയാണ്. 1 വർഷത്തോളമായി സർജറി കഴിഞ്ഞിട്ട്, പക്ഷേ ഇപ്പോഴും അണുബാധയുണ്ട്. മറ്റു 2 യുവതികൾ കൂടി സമാന പരാതിയുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്പ്യാർസ് ഫേസ് ക്ലിനിക് ഉടമ ഡോക്ടർ വരുൺ നമ്പ്യാർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. സൗന്ദര്യ ചികിത്സകൾ തേടിപ്പോകുന്ന കാലമാണ് ഇത്. അതേപറ്റിയുള്ള അറിവുകൾ ലഭിക്കുന്നതാകട്ടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരത്തിലാകുന്ന ഒരാളുടെ ഐഡന്റിറ്റിയോ അയാളുടെ ക്വാളിഫിക്കേഷനോ എന്താണെന്ന് മനസ്സിലാവാതെ ആളുകൾ അതിൽ ചെന്ന് വീഴുകയും പിന്നീട് അതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കാതെ വരികയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ആളുകൾ പലരും വ്യാജന്മാരാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് ഇരയായ ഒരു പെൺകുട്ടിയാണ് നമ്മളോടൊപ്പമുള്ളത്. നമ്പ്യാർസ് ക്ലിനിക്ക്, ഇവിടെ കൊച്ചിയിലെ ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ വരുൺ നമ്പ്യാറിന്റെ നമ്പ്യാർസ് ക്ലിനിക്ക്, അവിടെ മൂക്കിന്റെ പാലം വളഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് എത്തിയതാണ് ഈ പെൺകുട്ടി. പക്ഷേ കഴിഞ്ഞ 1 വർഷമായിട്ട് മുറിവ് കരിയുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചികിത്സകൾ ലഭിക്കുകയോ ഇൻഫെക്ഷൻ മാറുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. തുടർ ചികിത്സകൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമസ്കാരം. ഇപ്പോൾ 1 വർഷമായി ഈ ചികിത്സ തുടങ്ങിയിട്ട്, ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് പറയുന്നത്? 6 മാസത്തോളം ഞാൻ ഈ ക്ലിനിക്കിന് മെസ്സേജ് അയച്ചു. എൻ്റെ ഓരോ എനിക്ക് ഇപ്പോൾ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും പെയിൻ ആണെങ്കിലും എല്ലാം ഞാൻ ഇവരെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് നല്ല റിപ്ലൈ ഒന്നുമല്ല എനിക്ക് കിട്ടിയേക്കുന്നത്. ഇവർ അത് ശരിയാവും, അത് നോർമലാണ്, നിങ്ങൾ 1 മാസം വെയിറ്റ് ചെയ്യൂ, 2 മാസം വെയിറ്റ് ചെയ്യൂ, അങ്ങനെ ഇവരെന്നെ ഓൾമോസ്റ്റ് ഒരു 6 മാസത്തോളം ഇത് പറഞ്ഞു. ഞാനത് ഇവർ തന്ന ഒരു ഹോപ്പിൽ ഞാൻ നിന്നു. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, വീണ്ടും വേദന കൂടി വന്നു. എനിക്ക് ചിരിക്കാനോ വാ തുറക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ നിലയിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഇത്രയും പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, എൻ്റെ നെർവ്സൊക്കെ ബ്ലോക്കാണ്, മൂക്കിൻ്റെ പാല് ശരിയായിട്ടില്ല എന്നൊക്കെ ഉള്ളത് അവിടുത്തെ ഇതിലുള്ള ചികിത്സയിലാണ് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോഴും ഞാൻ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ്. എനിക്ക് ഓൾമോസ്റ്റ് 1.5 വർഷത്തോളം മെഡിസിൻ എടുത്താലേ എൻ്റെ നെർവ്സൊക്കെ നോർമൽ ആവത്തുള്ളൂ. പിന്നെ ഇനി വീണ്ടും എനിക്കൊരു സർജറി കൂടെ വേണം, പാലം നേരെയാക്കാൻ വേണ്ടി വീണ്ടും സർജറി വേണം, എന്നാലേ എനിക്ക് ശ്വാസം എടുക്കലൊക്കെ നോർമൽ ആവത്തുള്ളൂ. ഈ ഡോക്ടർ വരുൺ നമ്പ്യാറിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പം ഇങ്ങനെ ഒരു നമ്പ്യാർസ് ക്ലിനിക്ക് ഓപ്റ്റ് ചെയ്യേണ്ട ഈ സാഹചര്യം എന്താ? എനിക്കിങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നത്. അപ്പോൾ പുള്ളി ഇതുപോലത്തെ സർജറീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സെപ്റ്റോപ്ലാസ്റ്റി, റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള സർജറി. എനിക്ക് സെപ്റ്റോപ്ലാസ്റ്റി ആയിരുന്നു മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകുന്നത്. പിന്നെ ഡോക്ടർ താല്പര്യപ്രകാരമാണ് അതിൽ റൈനോപ്ലാസ്റ്റിയും കൂടെ ഡോക്ടർ ആഡ് ചെയ്യുന്നത്. അപ്പം അത് അന്ന് സർജറിയുടെ അന്ന് രാവിലെ ഡോക്ടർ തീരുമാനിച്ചിട്ട് എൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു കീഹോൾ സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അന്ന് മോർണിംഗിൽ ഡോക്ടർ പ്ലാൻ മാറ്റിയിട്ടാണ് എന്നെ ഓപ്പൺ സർജറി ചെയ്യുന്നത്. അതും ലോക്കൽ അനസ്തേഷ്യ തന്നിട്ട്, എന്നോട് ജനറൽ അനസ്തേഷ്യ തരുന്നതൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പുള്ളി കൊടുത്തേക്കുന്ന പരസ്യം എന്താണ് ശരിക്കും പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് ആർക്കും മനസ്സിലാവത്തില്ല. പല തരത്തിലുള്ള ചികിത്സകൾ പുള്ളി ചെയ്യുന്നുണ്ട്. സ്കിന്നാണെങ്കിലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പുള്ളി ഒരു പ്ലാസ്റ്റിക് സർജൻ ആണ്, ഇതെല്ലാം ആ ഒരു ഇതിലാണ് പോയത്. തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞ പുള്ളി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ രൂപത്തിലാണ് പുള്ളിയുടെ പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. 2015 മറ്റേ പാസ് ഔട്ട് ആയ ആളാണ് വരുൺ നമ്പ്യാർ എന്നാ പറയുന്നത്. അപ്പൊ ഈ റൈനോപ്ലാസ്റ്റിയുടെ ഒരു ആവശ്യം എന്തായിരുന്നു ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നത് എങ്ങനെയാണ്? പൊതുവെ ഈ സിലബസിൽ അതില്ല, റൈനോപ്ലാസ്റ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്കിപ്പം റൈനോപ്ലാസ്റ്റി വേണം എന്നൊരു സജഷൻ വന്നത്? പുള്ളി എനിക്ക് സർജറിയുടെ മുമ്പായിട്ട് ഇപ്പം എനിക്ക് കീഹോള് വേണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ പുള്ളി ഒരു എക്സ്റേയോ ഒരു എൻഡോസ്കോപ്പിയോ ഒരു തരത്തിലുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പുള്ളീനോട് ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പാലത്തിന് വളവാണ്, ശരിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിയാക്കാം. പുള്ളിയുടെ ഭാഗത്തുനിന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. ഈ അപ്പൊ പോലും ഒരു സംശയം തോന്നിയില്ലേ ഇതുമായിട്ട് മുന്നോട്ട് പോകാമോ എന്നുള്ളത്? ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വേണം, സ്കാൻ വേണം, അതല്ലെങ്കിൽ എക്സ്റേ വേണം, അതിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ അറിയണം. അങ്ങനത്തെ സാഹചര്യങ്ങളില്ലാതെ സാധാരണ ഒരു ആശുപത്രിയിൽ നമ്മൾ മറ്റെവിടെയെങ്കിലും അതിനുള്ള ചികിത്സകൾ ചെയ്താലും അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്താലും അവരത് ആദ്യം മുതൽ അവരുടേതായ കൺസേണിൽ അവരുടേതായ ഉത്തരവാദിത്വത്തിൽ അത് ചെയ്യിക്കാറുണ്ടല്ലോ. സ്കാനായാലും എക്സ്റേയിലും ഇതൊന്നും ചെയ്യിക്കാതിരുന്നപ്പോഴും തോന്നിയിട്ടില്ലേ ഇതെന്താണ് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നതെന്ന് തോന്നിയിട്ടില്ലേ? പുള്ളിയോട് ചോദിച്ചു,
സാർ എക്സ്റേ കാര്യങ്ങൾ എന്തെങ്കിലും എടുക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആൻസർ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴും നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ അവിടെ ഇല്ല. അത്രയും കൺവിൻസ് ചെയ്യും ഓരോ പേഷ്യൻറ്റിനെയും പുള്ളി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പുറത്തിറങ്ങത്തില്ല. അത്രയും കൺവിൻസ് ചെയ്ത് അത് പുള്ളിയുടെ ശരിക്കും പറഞ്ഞാൽ ചികിത്സേൻ്റെ പുറമെ അതൊരു ബിസിനസ്സാണ് പുള്ളി നടത്തുന്നത്. അപ്പം അത്രയും അടിപൊളിയായിട്ട് പുള്ളിക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. അതിലാണ് സർജറി കഴിഞ്ഞിട്ട് 6 മാസത്തോളം ഞാൻ അവിടെ സ്റ്റക്കായി പോയി. വേറെ ഒരു ട്രീറ്റ്മെന്റ് പോലീസിൽ പരാതി കൊടുത്തിരുന്നല്ലോ, അപ്പോൾ അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ നടപടി എന്തായിരുന്നു? ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കമ്മീഷണറിനെ പോയി കണ്ടു, നേരിട്ട് പോയി പരാതി കൊടുത്തു. സാർ അത് കടവന്ത്ര സ്റ്റേഷനിലോട്ട് പാസ് ചെയ്തു. അവിടുന്ന് അന്വേഷണത്തിൽ ഇത് ഡോക്ടർക്ക് ചെയ്യാം, ഇതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവർ തള്ളിക്കളയാണ് ചെയ്തത്. വേറെ ഒന്നിനെ കുറിച്ചിട്ടും അന്വേഷിച്ചില്ല എന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. കാരണം ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് പോലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ ആ ഡോക്ടർ പോലും മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവരത് തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ DGPക്കും പിന്നെയും കമ്മീഷണറുടെ അടുത്ത് പോയിട്ടും ഒക്കെ ഒരുപാട് പരാതികൾ, വനിതാ കമ്മീഷനിലും DMOയ്ക്കും ഒരുപാട് പരാതികൾ ഞാൻ കൊടുത്തു. ഞാൻ ഈ ഒരു 6 മാസമായിട്ട് ഞാൻ ഇതിന്റെ പിന്നാലെയാണ്. പിന്നെയാണ് ഞാൻ ഒരു അഡ്വക്കേറ്റിനെ വെച്ച് ഞാൻ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. അതിലാണ് ഇപ്പം FIR ഇട്ടിരിക്കുന്നത്. നേരത്തെയും ഇത്തരം കംപ്ലൈന്റ് പരാതികൾ ഉള്ളതായിട്ട് വല്ലതും അറിവുണ്ടോ? ഉണ്ട്. പുള്ളിക്കെതിരെ 1 വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഒരു കേസ് ഉണ്ട്. ഇപ്പം ഹൈക്കോടതിയിലുള്ളതാണത്. ഹൈക്കോടതിയിൽ നിന്നൊക്കെയാണ് പുള്ളി ജാമ്യം എടുത്തെന്ന് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ എൻ്റെ ന്യൂസ് ഇപ്പം പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സംഭവിച്ചതും ഈ പുള്ളി പോയിട്ട് അത് സെറ്റിൽ ചെയ്തേക്കുന്നതും ട്രീറ്റ്മെന്റ് ക്യാഷ് തിരിച്ചു കൊടുത്തിട്ട് സെറ്റിൽ ചെയ്തേക്കുന്നതും അങ്ങനെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അവിടെ ചെയ്യുന്നത് ഈ പുള്ളി മാക്സിലോഫേഷ്യൽ സർജൻ ആണെങ്കിലും നോർമൽ ഡെന്റിസ്റ്റുകളാണ് അവിടുത്തെ സ്റ്റിച്ച് പോലും ഇടുന്നത്. ഇതാണ് അവരുടെ പരാതി. എന്തായാലും സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്ക്, കോസ്മെറ്റോളജി ചികിത്സയ്ക്ക് പോയി ഇത്തരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിടുന്ന അനുഭവങ്ങൾ മുമ്പ് സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. വിശദമായി നോക്കാം. ആജ്ഞ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ. ആജ്ഞ, എന്താണ് ഈ പരാതി പറയുന്നത്? ആദ്യം തന്നെ ചോദിക്കട്ടെ, മൂക്കിൻ്റെ എല്ലിൻ്റെ വളവ് കോസ്മെറ്റോളജിയിൽ ശരിയാക്കാൻ പറ്റുന്നതാണോ? ആ ചികിത്സ ഉള്ളതാണോ? അതിനൊരു കൂടുതൽ വൈദഗ്ധ്യമുള്ള ചികിത്സ ആവശ്യമായിരുന്നില്ലേ? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം ഈ വാർത്ത നമ്മൾ പരിശോധിച്ചപ്പോൾ ഈ ഡോക്ടർമാരോട് തേടിയിരുന്നു? തീർച്ചയായിട്ടും സജിത, ഈ മുഖം സംബന്ധമായിട്ടും മസിൽസ് സംബന്ധമായിട്ടുമുള്ള സർജറിയാണ് സാധാരണ ഈ MDS ദന്തിസ്റ്റുകൾ ചെയ്യുന്നത്. അതിലൊരു സ്പെഷ്യലൈസേഷനാണ് ഈ പറയുന്ന റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യലൈസേഷനാണ്. റൈനോപ്ലാസ്റ്റിയിലാണ് ഈ മൂക്കിൻ്റെ എല്ലുമായി ബന്ധപ്പെട്ടുള്ള ഈ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ എല്ലിൻ്റെ വളവുമായി ബന്ധപ്പെട്ട ഈ പരാതിക്കാരിയായ യുവതിക്ക് അതുമായി ബന്ധപ്പെട്ട ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അവർ ഈ ഒരു ക്ലിനിക്കിനെ സമീപിച്ചത്. പോലെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ടാവുമെന്നു ഈ നുണക്കുഴി പെട്ടെന്ന് 10 മിനിറ്റിനുള്ളിൽ നുണക്കുഴി സെറ്റാക്കി തരാം, അതല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, മുഖത്തെ മറ്റ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റിങ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്പ്യാസ് ക്ലിനിക്കിൻ്റെ ഈ പരസ്യങ്ങൾ, കൂടുതലും അത്തരം പ്രൊമോഷൻസ് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഉള്ളത്. ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഞാനും സജിത്തും മറ്റുള്ളവരൊക്കെ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതുമാണ്. അത്തരത്തിൽ ഉള്ള ഒരു പ്രചാരം നേടിയ ഒരു ഇൻസ്റ്റഗ്രാം റീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടി ഇവിടെ എത്തുന്നതും. കൊച്ചിയിൽ തന്നെ, അതായത് 10 ക്ലിനിക്കുകളുണ്ട് നമ്പ്യാസ് ക്ലിനിക്കിൻ്റെ അതിൽ അധീനതയിൽ 10 ക്ലിനിക്കുകളാണ് ഉള്ളത്. അതിൽ ഒരു ക്ലിനിക്കിൽ ഇവർ വയനാടാണ്, ഈ വയനാട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൊച്ചിയിൽ കുറച്ചുകൂടി, അതായത് ഈ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് ഹോസ്പിറ്റലുകളിൽ ഇത്തരം സർജറി ചെയ്യുമ്പോൾ വലിയ തുക ചിലവാകുകയും ഇവിടെ കുറച്ചുകൂടി സാധാരണക്കാർക്ക് കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു തുകയിലേക്ക് മാറുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഒരു തുകയിൽ ഇത് സർജറി ചെയ്ത് തീർക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അട്രാക്ഷൻ. പക്ഷേ തുടർന്നുണ്ടായിട്ടുള്ള മെഡിക്കൽ നെഗ്ലിജൻസിനെതിരെയാണ് ഇവർ ഈ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത്. ഒരു വർഷത്തെ ഈ അലിഞ്ഞു പോകുന്ന ഒരു സ്റ്റിച്ചാണ്, നമ്മൾ അവർ പറയുന്നത് കേട്ടതാണല്ലോ, അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചാണ് എന്നാണ് സാധാരണ ഇത്തരം സർജറികളിൽ പെട്ടെന്ന് അത് സ്റ്റിച്ച് എടുക്കാൻ മെനക്കെടാതെ. അത് 2 തരം സാങ്കേതികതയുണ്ട്. ഒന്ന് സ്റ്റിച്ച് കട്ട് ചെയ്ത് കളയുന്നതും, ഒന്ന് ഇതുപോലെ ഈ മെൽറ്റായി, ഇതിൻ്റെ ഒപ്പം തന്നെ മെൽറ്റായി പോകുന്ന കെമിക്കലുള്ള സ്റ്റിച്ചുകളുമാണുള്ളത്. അപ്പോൾ ഈ മെൽറ്റായി പോകുന്ന കെമിക്കലുള്ള സ്റ്റിച്ചാണ് ഇതിലിട്ടിരുന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും അതിന് മാറ്റമുണ്ടായില്ല. മാത്രമല്ല ഈ പറയുന്ന
നേടിയ ട്രീറ്റ്മെൻറ്റ് മൂക്കിൻ്റെ വളവ് മാറി എന്നുള്ളതല്ലാതെ ശ്വാസമുട്ടലോ അതല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ അതുപോലെ തന്നെ നിൽക്കുകയും മറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ഭയങ്കര ദുർഗന്ധം ഉണ്ടാകുന്ന ദ്രവം ഇടയ്ക്കിടെ മൂക്കിൽ നിന്ന് വരികയും ഒക്കെ ചെയ്തത് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് അവർ മറ്റൊരു ആശുപത്രിയെ സമീപിക്കുകയും അവിടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, സ്റ്റിച്ച് വീണ്ടും കട്ട് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയത്. തുടർ ചികിത്സയ്ക്കൊക്കെ അതിന് വേണ്ട തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആശുപത്രി. ഈ നവ്യാസ് ക്ലിനിക്കിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ പരാതിക്കാരി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയാണ് ഈ പരാതിക്കാർ രംഗത്തെത്തിയെങ്കിലും മറ്റു പരാതിക്കാർ അവരോട് ഞാൻ സംസാരിച്ചതാണ്. ഒരാളുടെ പരാതി ഇപ്പോഴും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം അവരുടെ ഒരു വേർഷനിൽ ഈ ഡോക്ടർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് എന്ന് ഡോക്ടർ അവരോട് പറഞ്ഞു. അത്തരം ഒരു പബ്ലിസിറ്റി അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോടതി വഴി തന്നെ പോവുകയാണ് എന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ട് അവർ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഞാൻ പേഴ്സണലി അവരോട് ഫോണിൽ സംസാരിച്ചതാണ്. അതേസമയം തന്നെ മറ്റൊരു പരാതിക്കാരി അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു സർജറി നടത്തുകയും അതായത് ഈ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ഫേസ് ലിഫ്റ്റിംഗ് ആണ്. അത് അവരുടെ മോഡലാണ്. പല ആളുകൾക്കും സജിത്തി സൂചിപ്പിച്ചതുപോലെ സൗന്ദര്യവർദ്ധക പരാതി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ഐഡന്റിറ്റി പുറത്ത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിന് പോയിട്ടല്ലേ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് എന്നുള്ളത് ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇങ്ങനത്തെയുള്ള ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സൗന്ദര്യവർദ്ധക ചികിത്സയാണ് എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഈ ഒരു ക്ലിനിക്കിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പരാതിക്കാരി, അതായത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന പരാതി എന്ന് പറയുന്നത് ഫേസ് ലിഫ്റ്റിംഗ് ആയി ബന്ധപ്പെട്ടുള്ളതാണ്. അവരവരുടെ ഒരു മോഡലാണ്. പക്ഷേ അവരുടെ കരിയർ പോലും നശിച്ചു പോകുന്ന തരത്തിലാണ് അവരുടെ മുഖം ഇപ്പോൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. കാരണം ഈ ഫേസ് ലിഫ്റ്റിങ്ങിന് പോയ സാഹചര്യത്തിൽ അതിനുണ്ടായിട്ടുള്ള അപാകതകൾ കൊണ്ട് ലക്ഷങ്ങൾ ഡോക്ടർ ഓഫർ ചെയ്തിരുന്നു. പക്ഷേ പണം വേണ്ട, കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം. അതാണ് മറ്റൊരു പരാതിക്കാരി അവരുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ, അതായത് സർജറിയുമായി ബന്ധപ്പെട്ടുള്ള പണം തിരികെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ മറ്റു നടപടികളിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ തുടരുക. ഈ ആരോപണ വിധേയമായ നമ്പ്യാർസ് ഫേസ് ക്ലിനിക് ഉടമ ഡോക്ടർ വരുൺ നമ്പ്യാർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, താങ്കളുടെ താങ്കൾക്കെതിരെ വലിയ ആരോപണമാണ് ഒരു യുവതി ഞങ്ങൾക്ക് മുന്നിൽ വന്ന് ഉന്നയിച്ചത്. അവിടെ ചികിത്സ നടത്തി, മൂക്കിൻ്റെ എല്ലിൻ്റെ വളവ് മാറാനാണ് ചികിത്സ. പക്ഷേ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ശ്വസനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ കേസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണോ? എന്താണ് ഈ ആരോപണത്തിന് മറുപടി? സർ, ഇതൊരു ശുദ്ധമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കാണ്. ഈ കേസ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സർജറി നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂൺ മാസമാണ്. ജൂൺ മാസത്തിൽ സർജറി ചെയ്തൊരു പേഷ്യന്റ് 8 മാസത്തിനപ്പുറം, അതായത് ആകെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് വരേണ്ടത് 10ാമത്തെ ദിവസം തുന്നൂരാൻ ആ പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്നിരുന്നില്ല. പേഷ്യന്റ് വയനാട്ടിൽ നിന്ന് സ്വന്തം സ്ഥലത്തു നിന്നാണ് സ്യൂച്ചർ റിമൂവ് ചെയ്തത്. അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ പേഷ്യന്റ് ആകെ എന്നെ കാണാൻ വന്നിരിക്കുന്ന ഒരു ഫോളോ അപ്പ്. ഈ പറയുന്ന പേഷ്യന്റ് ഒരു തവണയെങ്കിലും ഒരു ഡോക്ടർ, സർജറി ചെയ്ത ഒരു ഡോക്ടറിന്റെ അടുത്ത് കൺസൾട്ട് അല്ലെങ്കിൽ റിവ്യൂവിന് വരേണ്ടത് നമ്മളൊരു മിനിമം സർജറി ചെയ്താൽ 6 മാസമെങ്കിലും മിനിമം റിവ്യൂ പറയുന്നുണ്ട്. ഒരു തവണ പോലും വരാതെ ഫെബ്രുവരി മാസം 3 ഗുണ്ടകളെ, അതിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് പെരുമ്പാവൂരിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കൊട്ടേഷൻ ആളാണ്. ഈ 3 പേരെ അയച്ചിട്ട് എൻ്റെ അടുത്ത് നിന്ന് 15 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ഈ 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് ആ പേഷ്യന്റ് എന്നെ നേരിട്ട് കാണാൻ വന്നില്ല? ഒരു തവണ പോലും വന്നില്ല. അവർ ഈ 15 ലക്ഷം രൂപ അവർ 2 തവണയായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായിട്ട് ഫെബ്രുവരി മാസം 12-ാം തീയതി ഞാൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു. ഈ 12-ാം തീയതി കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് 14-ാം തീയതി 16-ാം തീയതിയാണ് ഇവർ കൗണ്ടർ കേസ് കൊടുക്കുന്നത്. അതായത് ഞാൻ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൗണ്ടർ കേസ് കൊടുക്കുന്നത്. പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്ത കേസാണ്. അപ്പോൾ അതിന്റെ പോളിൽ ഇവരെന്നെ ഭീഷണിപ്പെടുത്തിയിട്ടും എൻ്റെ അടുത്ത് പൈസ പിടിക്കാം എന്നുള്ളതിന്റെ രീതിയിലുള്ള ഇവരുടെ പ്ലാനിങ്ങിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ്, അതിനുശേഷം 3 മാസം ഇപ്പുറം
3 മാസം ഇപ്പുറം കോടതിയുടെ പുതിയൊരു നിയമപ്രകാരം CWC എന്നൊരു നിയമപ്രകാരം അവർ വീണ്ടും ഇതേ കേസ് അവർ FIR ഇടിപ്പിക്കണം. അതിലും ഇവർ മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല അവർ പറയുന്നത്, ഇവർ ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കേസ് ഇട്ടിരിക്കുന്നത്. മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്നുള്ളതാണെങ്കിൽ എന്ത് അർത്ഥത്തിലാണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്നുള്ളതാണെങ്കിൽ ഞാൻ റെഡിയാണ് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ്, ഒരു മെഡിക്കൽ ബോർഡിന്റെ മുന്നിൽ ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു തെറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ മെഡിക്കൽ ബോർഡ് പറയട്ടെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണ്, അതായത് ഒരു പ്രൊപ്പഗാൻഡയാണ്. ഇതൊരു പ്ലാൻഡ് അറ്റാക്ക് ആണ് ഒരു ഡോക്ടറുടെ പേരിൽ. അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ ആ ഒരു ഡോക്ടറെ ഡീഫെയിം ചെയ്യുക, അതായത് അവർ ഉദ്ദേശിച്ച 15 ലക്ഷം രൂപ കിട്ടിയതുമില്ല, അവർക്കെതിരെ FIR ഇടുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് എനിക്കെതിരെ ഒരു പ്ലാൻഡ് അറ്റാക്കിന് വേണ്ടിയിട്ട് അവർ മീഡിയയെ യൂസ് ചെയ്യാണ്. ഇപ്പോൾ മീഡിയ നേരത്തെ പറഞ്ഞു, ആരോ ഒരു റിപ്പോർട്ടർ പറഞ്ഞു, അതായത് ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ പറഞ്ഞോളൂ. ഇപ്പൊ ഒരു റിപ്പോർട്ടർ പറഞ്ഞു, അതായത് എനിക്കെതിരെ ഒരു കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പറയട്ടെ, എനിക്കെതിരെ 2024 ഒരു നീര് വന്നു എന്ന് പറയും, സർജറി അല്ല ചെയ്തത്, ഒരു നീര് വന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ ഒരു കേസ് കൊടുത്തു. അതും അവരെന്ത് ചെയ്തു? ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ബോർഡ് 2 തവണ DMOയുടെ അണ്ടറിൽ 2 തവണ പ്ലാസ്റ്റിക് സർജറി, അതേപോലെ 5 സ്പെഷ്യാലിറ്റികൾ ഇരുന്നിട്ടുള്ള 2 ബോർഡ് എനിക്കെതിരെ എൻക്വയറി വന്നിട്ട് ഒരു തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് റിപ്ലൈ കൊടുത്തതാണ്. ഈ റിപ്ലൈ കൊടുത്തിട്ടും ആ റിപ്ലൈ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ കോടതിയിൽ പോയിരിക്കുകയാണ്. അത് ഞാൻ കേസ് പോവാണ്, കേസിൽ ഞാൻ ഇങ്ങനെ കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു ഡോക്ടർ ഒരു നീര് വന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും പേരുദോഷം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. കാരണം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണ് നടക്കുന്നത്. ഡോക്ടർ ഒന്ന് തുടരുക. താങ്കൾക്കെതിരെ പരാതി ഉന്നയിച്ച യുവതി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞങ്ങൾക്ക് തൽക്കാലം അവരുടെ പേര് പറയുന്നില്ല. താങ്കൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പൂർണ്ണമായും ഡോക്ടർ നിരാകരിക്കുകയാണ്. പണം തട്ടിയെടുക്കാൻ 15 ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ്, വളരെ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടത്തുന്നു. അതിനപ്പുറം മെഡിക്കൽ നെഗ്ലിജൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് പറയുന്നത്. എന്താണ് മറുപടി? ഞാൻ എന്റെ സർജറി കഴിഞ്ഞിട്ട് ഒരു 6-7 മാസത്തോളം ഈ ഡോക്ടറുടെ ക്ലിനിക്കിലെ നമ്പറിൽ ഡോക്ടർ സ്റ്റാഫിനോടും ഡോക്ടറോടും മാറി മാറി സംസാരിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വേദനയുണ്ട്, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, എന്റെ മൂക്കിൽ ബാഡ് സ്മെല്ലുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് ഞാൻ അവസാനം പറഞ്ഞ വോയിസ് ഇവർ കംപ്ലീറ്റ് കേൾക്കാതെ എന്നോട് പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ക്ലിനിക്കിലേക്ക് ഡോക്ടർ വരാൻ പറഞ്ഞു. എന്റെ വോയിസ് കേൾക്കാതെ ഇവരെങ്ങനെ എനിക്ക് ഇഞ്ചക്ഷൻ തരും? അപ്പൊ ഈ ഡോക്ടർ ഇത്രയും ഇരുന്ന് ഡോക്ടർ സംസാരിക്കുന്നുണ്ടല്ലോ, ഡോക്ടറെ ക്ലിനിക്കിലെ മെസ്സേജ് ഡോക്ടർ ഒന്ന് ഇരുന്ന് സംസാരിക്കുന്നതിന് വാക്കൊന്ന് എടുത്ത് വായിച്ചു നോക്കാൻ പറ. ഞാൻ പേഷ്യന്റിനുള്ളിൽ 6 മാസം അത് കഴിഞ്ഞ് ഈ ഡോക്ടറോട് ഞാൻ ചോദിക്കുന്നത് എന്റെ ഓപ്പറേഷൻ നോട്ട്സ് തരൂ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 മാസത്തോളം വീണ്ടും ഇവരെ ക്ലിനിക്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. കാരണം എന്റെ കയ്യിൽ ആകെ ഒരു ചെറിയ ചീട്ട് മാത്രമേ ഉള്ളൂ. ഇവരെ റെക്കോർഡ്സ് ഒന്നും ഇവരെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാറില്ല എന്നാണ് ഇവരെ ക്ലിനിക്കിൽ നിന്ന് സ്റ്റാഫ് എന്നോട് പറഞ്ഞത്. അപ്പൊ എന്ത് ക്ലിനിക്കാണ് അപ്പൊ അവരവിടെ നടത്തുന്നത്? ഒരു റെക്കോർഡ്സ് ഇവരുടെ ക്ലിനിക്കിൽ സൂക്ഷിക്കാറില്ല എന്ന്. ഇത്രയും വലിയൊരു സർജറി, ഒരു ബ്ലഡ് ബാങ്ക് പോലും വേണ്ടിയിരുന്ന ഒരു സർജറിക്ക്, ഇത്രയും മേജർ ഒരു സർജറിക്ക് ബ്ലഡ് ബാങ്കിന്റെ സൗകര്യം ഒന്നുമില്ലാണ്ട് ഒരു ക്ലിനിക്കില് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ആ ബെഡ് എണീറ്റിരുന്നു എന്റെ സർജറി. ഡോക്ടറോട് തന്നെ ചോദിക്കാം, ഡോക്ടർ ശരിയാണോ ഇത്? ശുദ്ധ തെറ്റാണ്, ശുദ്ധ അസംബന്ധമാണ്. ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ സെന്ററിൽ നിന്ന് നിർബന്ധമായിട്ടും അവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഇവർ നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇവർ വീണ്ടും ഡിസംബറിൽ എന്നോട് പിന്നെ സാർ ഞാനൊരു കാര്യം ചോദിക്കാം സാറേ, ഞാൻ പറയുന്നു നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഒരു കേസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു സെന്ററിൽ വന്ന് അന്വേഷിക്കും. നിങ്ങൾ എന്റെ സെന്ററിൽ വന്ന് നോക്കൂ. നിങ്ങൾ നോക്കണം സർ. നിങ്ങളിപ്പം ഒരു സൈഡ് മാത്രം കേട്ട് സർ, ഒരു സർജറി നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിർബന്ധമായിട്ടും കേസ് റിപ്പോർട്ട്സ് എല്ലാം ഉണ്ടാവും. ഇവർ 2ാമത് കേസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ ആക്ച്വലി വിദേശത്തായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചു വന്നു. കാരണം 2ാമത് കേസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കേസ് റിപ്പോർട്ടിൽ ഡോക്ടറുടെ സീനും സൈലും വേണം. അപ്പോൾ 2ാമത് ഇവർ ചോദിച്ചത് ഡിസംബർ മാസം അവസാനമാണ്. ആ സമയത്ത് ഞാൻ വിദേശത്ത് എന്റെ മക്കളെയും കൂടെ ഞാനൊരു യാത്ര പോയിരിക്കുകയാണ്. തിരിച്ചു വന്ന് ജനുവരി 4-ാം തീയതി വന്നു. ജനുവരി 5-ാം തീയതി ഇവർക്ക് 2ാമത്തെ കോപ്പി ഞാൻ കൊടുത്തിരിക്കുകയാണ്. പിന്നെ എന്റെ കയ്യിൽ റെക്കോർഡ്സ് ഇല്ല എന്നുള്ളത് അവരെങ്ങനെ പറയാ? എന്റെ കയ്യിലുള്ള ഓരോ പേഷ്യന്റ് ചെയ്യുന്നതിന്റെയും റെക്കോർഡ്സ് ഉണ്ട്, ഓരോ പേഷ്യന്റെയും കൺസെന്റ് ഫോം ഉണ്ട്. ഇതൊക്കെ ചെയ്യാതെ ഒരു സർജറി ഇവിടെ നടത്താൻ പറ്റില്ല. കാരണം ഈ കൊച്ചു കേരളത്തിൽ ഇതൊക്കെ വളരെ വൾണറബിൾ ആണ്. ഇതൊക്കെ പ്രോട്ടോകോൾ ഫോളോ ചെയ്യാതെ നടത്താൻ പറ്റില്ല. നിങ്ങളെ ക്ലിനിക്കിൽ നിങ്ങളൊരു സ്റ്റാഫാണ് പറഞ്ഞിരിക്കുന്നത്
ഇതിടെ ഒന്നും നിങ്ങൾ ശുദ്ധ അസംബന്ധമാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്നു 6 മാസം. ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഹസ്നയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ 6 മാസം എന്തുകൊണ്ട് എന്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്നില്ല? 2 പ്രാവശ്യം വന്നു. താങ്കളുടെ അടുത്ത് 2 പ്രാവശ്യം. വയനാട് 2 പ്രാവശ്യം എപ്പോ വന്നു? സർജറി ചെയ്തിട്ടുള്ള 1 മാസത്തിലല്ലേ വന്നത്? 2 പ്രാവശ്യം താങ്കളുടെ ക്ലിനിക്കിൽ ഞാൻ വിസിറ്റ് ചെയ്യുന്നു. താങ്കളോട് ഞാൻ പറയുന്നു എനിക്ക് ഈ 2 പ്രാവശ്യം ഞാൻ പറയാം. ഒന്ന് 4ാമത്തെ ദിവസം, താങ്കൾ എന്നോട് 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ എന്നോട് ചെയ്തിട്ടുള്ള 4ാമത്തെ ദിവസവും സർജറി ചെയ്തിട്ടുള്ള 1ാം മാസമാണ് വന്നിരിക്കുന്നത്. ബാക്കി നിങ്ങൾ പറയുന്ന 6 മാസം എവിടെ പോയി? കീറണം എന്ന് പറഞ്ഞേ. എവിടെ 6 മാസം നിങ്ങൾ എവിടെ പോയി? നിങ്ങൾ എവിടെ 6 മാസം പോയി? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് 3 പേരെ കൊട്ടേഷൻ അയച്ചു? എന്തിന് എന്റെ അടുത്ത് 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു? എന്തുകൊണ്ട് എന്റെ അടുത്ത് 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു? എന്തുകൊണ്ട് എന്നെ ഒരു തവണ പോലും നേരിട്ട് വന്ന് കണ്ടില്ല? ഞാൻ തെളിവ് ഹാജരാക്കി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ സുഹൃത്തുക്കൾക്കെതിരെ താങ്കൾ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ പെരുമ്പാവൂരുകാരനായ ഒരു വ്യക്തി നല്ല അറിയപ്പെടുന്ന കൊട്ടേഷൻകാരനാണ്. താങ്കൾ എന്റെ അടുത്ത് തെളിവുണ്ട് മിസ്റ്റർ, എന്റെ അടുത്ത് തെളിവുണ്ട്. എന്റെ അടുത്തും തെളിവുണ്ട് മാഡം, എന്റെ അടുത്ത് തെളിവുണ്ട്. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. FIR ഇട്ടു. എന്നിട്ട് ആ കേസ് ഇപ്പൊ എന്തായി? താങ്കൾ ഹാജരാക്കൂ. കേസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ തെളിയിക്കാം. ജനറൽ അനസ്തേഷ്യ തന്ന് വേദനയില്ലാതെ സർജറി ചെയ്യാനുള്ള പിന്നെ കീഹോൾ സർജറി ചെയ്യാന്നാ താങ്കൾ എന്നോട് പറഞ്ഞത്. എന്നിട്ട് എന്നെ ആ ബെഡിൽ പച്ചയ്ക്ക് നിങ്ങൾ മുറിച്ച ഇഞ്ചക്ഷൻ മയങ്ങിയോന്ന് പോലും നോക്കാതെ എന്ത് പച്ചയ്ക്ക്? ഞാൻ ചോദിക്കട്ടെ, ഒരു സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ സർജറി എടുത്തു. പല പ്രാവശ്യം ഞാൻ ആ ബെഡിൽ നിന്ന് എണീറ്റിരുന്നു. ഞാൻ കോൺഷ്യസ് ആയി. എന്റെ കൂടെ വന്ന ബൈസ്റ്റാൻഡർ റൂമിലേക്ക് കയറി വന്ന് എന്നെ സമാധാനിപ്പിച്ചു. നിങ്ങൾ നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധമായ കള്ളത്തരമാണ്. ഞാൻ പറയട്ടെ, ഒരു സർജറി ഇവിടെ നിങ്ങൾ വന്ന് എന്റെ കേസ് റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം മിനിമം 100 പേർക്കെങ്കിലും നമ്മൾ റൈനോപ്ലാസ്റ്റി സർജറി ചെയ്യുന്നുണ്ട്. അതിൽ 90% പേരുടെയും ലോക്കൽ അനസ്തേഷ്യ മുഖാന്തരമാണ് റൈനോപ്ലാസ്റ്റി ചെയ്യുന്നത്. അതിൽ ഇന്ത്യയിൽ ലോക്കൽ അനസ്തേഷ്യ റൈനോപ്ലാസ്റ്റി ചെയ്യുന്ന വളരെ ചുരുക്കം സർജന്മാരിൽ ഒരു വ്യക്തി ഞാനാണ്. അതൊരു അസറ്റാണ്. ജനങ്ങൾക്ക് 2.5 ലക്ഷം 3 ലക്ഷം രൂപ സർജറി കോസ്റ്റ് വരുന്നിടത്ത് വെറും 1.5 ലക്ഷം രൂപയിൽ താഴെ റൈനോപ്ലാസ്റ്റി സർജറി ചെയ്ത് കൊടുക്കുന്നത് ഒരു വലിയ കാര്യമാണ്. എത്ര ആയിരം ജനങ്ങൾ അതുകൊണ്ട് ഗുണം ചെയ്യപ്പെടുന്നു. നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ക്ലിനിക്കിൽ 300 പേരെ നിങ്ങൾ ചെയ്തു. 2 പേരുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ ബിഫോർ ഫോട്ടോ നിങ്ങളുടെ പേജിൽ ഷെയർ ചെയ്യാവോ? ഞാൻ ഒരു കാരണവശാലും എന്റെ ഫോട്ടോസ് വെളിയിലിടില്ല. അതിലൊരു പേഷ്യന്റ് ക്രെഡിബിലിറ്റി ഉണ്ട്. വേണമെങ്കിൽ ഹസ്നയുടെ ഇടാം. ഹസ്നയുടെ ഫോട്ടോ ഞാൻ ഇടാം. ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തു. താങ്കളുടെ ഹസ്നയുടെ ഫോട്ടോ ഞാൻ ഇടാം. ഞാൻ ഒരു പേഷ്യന്റിന്റെ പോലും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഇടുന്നില്ല. ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു. അവർക്ക് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഉണ്ടാവില്ല, ഡോക്ടർ ക്ലിനിക്കും ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നു, ഒരു പേഷ്യന്റിന്റെ പോലും ഞാൻ ഇതുവരെയായിട്ട് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ എക്സിബിറ്റ് ചെയ്യാറില്ല. ഒരുപാട് സിനിമാ വ്യക്തികൾ, ഒരുപാട് സെലിബ്രിറ്റികൾ, ഒരുപാട് സാധാരണക്കാർ, എല്ലാവരുടെ മുഖത്തിനും ഒരു വാല്യൂ ഉണ്ട്. അവരുടെ ഫോട്ടോ ഫ്രീ ആൻഡ് പോസ്റ്റ് ഞാൻ ഒരിക്കലും ഇടാറില്ല. താങ്കൾക്ക് എന്താണ് സംഭവിച്ചത്? ഞങ്ങൾക്കും അതുപോലെ സംഭവിച്ചു. ഇതാണ് അവസ്ഥ. മുഖമൊക്കെ പഴുത്ത്. ഞാനൊരു കാര്യം എന്താണ് എന്തെങ്കിലും നിങ്ങളുടെ ഉദ്ദേശം നടന്നില്ല. 15 ലക്ഷം രൂപ ആവശ്യം. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് സ്റ്റിച്ചിട്ടത് അല്ലേ? എന്ത് ഞാനിവിടെ പറയുന്നില്ല. അന്വേഷണം നടക്കാൻ ആ പേര് ഞാൻ പറയുന്നില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എനിക്ക് സ്റ്റിച്ച് ഇട്ടത് ഡെന്റിസ്റ്റ് അല്ലേ? അപ്പൊ എന്ത് നിയമപരമായിട്ടുള്ള സർജറീസ് ആണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്? ഇതേപോലത്തെ ലൈപ്പോസെക്ഷൻ, വജൈനോപ്ലാസ്റ്റി, ഇതൊക്കെ ചെയ്യാൻ ഡോക്ടർക്ക് എന്ത് റൈറ്റ്സ് ഉള്ളത്? ഡോക്ടർ ഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഡോക്ടർ ലോകത്തെ നമ്പർ 1 ഡോക്ടർ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് കള്ളത്തരമാണ് പറയുന്നത്? എന്റെ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എനിക്ക് നഴ്സിംഗ് സ്റ്റാഫാണ്. താങ്കൾ ഞാൻ എന്റെ വേദനയായിട്ട് ചെയ്യാണ്. നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. മെഡിക്കൽ ബോർഡിലോട്ട് വരാം. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെങ്കിൽ ഒരിക്കലും കള്ളം പറയാറില്ല. ഹസ്ന ചെയ്യാം. അതായത് എന്റെ അടുത്തുനിന്ന് 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, കിട്ടിയില്ല. അതുകൊണ്ട് FIR ഇട്ടു. ആ FIR-നെതിരെ നിങ്ങൾ പ്രതികരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡയാണ് ഒരു ഡോക്ടറെ നശിപ്പിക്കാന്നുള്ളത്.
അപ്പൊ താങ്കൾ അത് പറഞ്ഞു ജയിക്കൂ. താങ്കൾക്ക് ഇപ്പൊ ആകെ പറയാനുള്ള ഒരു റീസൺ ആണ് അതുള്ളത്. അല്ല, ഞാൻ പറയുന്നു, ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ നിർബന്ധമായിട്ടും മെഡിക്കൽ ബോർഡ് വിളിക്കണം. മെഡിക്കൽ ബോർഡിൽ ഈ കേസ് വെക്കണം. താങ്കൾക്ക് പറയാനുള്ള ഒരു കഥയാണത്. അതെങ്കിലും പറഞ്ഞ് നിങ്ങൾ സ്വന്തം സമാധാനം. മെഡിക്കൽ ബോർഡിൽ കേസ് വെക്കണം. എനിക്ക് തെളിയിക്കണം എന്റെ കയ്യിൽ നിന്ന് മെഡിക്കൽ നെഗ്ലിജൻസ്. നിങ്ങൾ രണ്ടുപേരുടെയും വാദം കേൾക്കുന്നു. നിങ്ങൾ ദയവായി രണ്ടുപേരും ഒന്ന് തുടരുക. ഡോക്ടർ പത്മനാഭൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ പത്മനാഭൻ, താങ്കൾ ഇത്തരം ആദ്യത്തെ ചോദ്യം, ഈ കോസ്മെറ്റോളജി സെൻ്ററുകളിൽ ഇത്തരം ചികിത്സ പറ്റുമോ എന്ന ചോദ്യമാണ്. എനിക്കത് പറയാൻ പറ്റുന്ന സാങ്കേതിക വൈദഗ്ധ്യമില്ല, എങ്കിലും ഈ മേഖലയുള്ള നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ആദ്യം ചോദ്യം ഉയരുന്നത്, പലപ്പോഴും ഈ കോസ്മെറ്റോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചില ചികിത്സകൾ പറ്റിയ പിഴവ്, അതുണ്ടാക്കിയ ജീവിതാവസ്ഥകളൊക്കെ തിരുവനന്തപുരത്തു നിന്നൊക്കെ മുമ്പ് വാർത്തകൾ വന്നിട്ടുണ്ട്. താങ്കൾക്ക് ഈ കേസ് പരിചയമുണ്ടോ? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട്, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉയരുകയാണ്. ഈ കേസ്, ആ പരാതിക്കാരി ഉന്നയിച്ച വാദങ്ങളൊക്കെ താങ്കൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഡോക്ടർ പത്മനാഭൻ, താങ്കളുടെ മൈക്ക് മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? യെസ്, ഡോക്ടറിലേക്ക് വരാം. ഡോക്ടർ വരുൺ നമ്പ്യാർ, താങ്കൾ ലൈനിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. ഈ ഇത്തരം മൂക്കിൻ്റെ എല്ലിന് നിവർത്തുക, അങ്ങനെയുള്ള ചികിത്സകൾ സാധാരണ രീതിയിൽ, ഓക്കെ, ഡോക്ടർ വരുൺ നമ്പ്യാരിലേക്ക് വരാം. ഡോക്ടർ പത്മനാഭൻ നമുക്കിപ്പോൾ ഉണ്ട്. ഞാൻ ചോദിച്ചത് താങ്കൾ കേട്ടിരുന്നോ? ഈ കേസ് താങ്കൾ മുമ്പ് താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണോ? യെസ്, അതെ, ഞാൻ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ശരി, അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. അതിനു മുമ്പ് എന്നെ ഒരു സ്വയം ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ 30 കൊല്ലം ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിരിക്കുന്ന സിവിൽ സർജനായിട്ട് റിട്ടയർ ചെയ്ത് ഒരു ഓഫീസറാണ്. ഞാൻ അഡ്മിനിസ്ട്രേഷനിൽ ഇതിലെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഔദ്യോഗിക ഭാരവാഹിയായിരുന്നു. അതായത് ആന്റി കാക്വറി കമ്മിറ്റി, വ്യാജ ചികിത്സക്കെതിരായിട്ടുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കമ്മിറ്റിന്റെ സംസ്ഥാന ചെയർമാനായിരുന്നു. അപ്പോൾ ഈ ഇല്ലാത്ത ഡിഗ്രി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരായിട്ടുള്ള നടപടികൾ ഞാൻ എടുത്തില്ല. പിന്നെ മുൻ ശീലമുണ്ട്, മുൻ പരിചയമുണ്ട്. അതിന്റെ കാരണം ഞാൻ ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് അല്ലെങ്കിൽ ഡെന്റൽ കൗൺസിൽ ആക്ട്, ഇത് ഈ ആക്ടായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ ആ ബേസിലാണ് ഞാൻ ഈ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത്. എനിക്ക് ആദ്യം ഈ ഡോക്ടർ വരുൺ നമ്പ്യാറിനെതിരായിട്ടുള്ള പരാതി എന്റെ അടുത്ത് എത്തിയത് കൽപ്പറ്റയിലുള്ള ഒരു മലപ്പുറത്തുള്ള ഒരു യുവതി കൊടുത്തിരിക്കുന്ന പരാതിയാണ് എന്റെ എത്തിയത്. അതിനെപ്പറ്റി അതിന്റെ നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഡോക്ടർ വരുൺ നമ്പ്യാർ എന്ന ഡെന്റിസ്റ്റിനെ എനിക്ക് നേരത്തെ തന്നെ അറിയാന്ന് പറഞ്ഞാൽ നേരിട്ട് അറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഓഫീസ് വേറെയായിരുന്നു. ഞാൻ കാഞ്ഞങ്ങാട് IMAന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസിന്റെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓഫീസിന്റെ തൊട്ട് താഴെ തന്നെ ഡോക്ടർ വരുൺ നമ്പ്യാർ പ്ലാസ്റ്റിക് സർജൻ എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കാലം. ഡോക്ടർ വരുൺ നമ്പ്യാർ കോസ്മെറ്റിക് ബാർ പ്ലാസ്റ്റിക് സർജൻ എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മെയിൻ ക്ലിനിക്ക് പയ്യന്നൂരാണ്. പയ്യന്നൂർ നാട്ടുകാരനാണ്. അതുകൂടാതെ വേറെ 5 or 6 സ്ഥലത്ത് കൂടി ഇയാൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് കോസ്മെറ്റിക് സർജൻ, കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജൻ, ഫേസ് സർജൻ എന്നുള്ള നിലയിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ VDS ആയാലും MDS ആയാലും ഇവര് ഡെന്റിസ്റ്റ് എന്നാണ് അറിയപ്പെടേണ്ടത്. അവരുടെ ക്ലിനിക്ക് അറിയപ്പെടുന്നത് ഡെന്റൽ ക്ലിനിക്ക് അല്ലെങ്കിൽ ഡെന്റൽ ഹോസ്പിറ്റൽ. അപ്പൊ അതിൽ തന്നെ ആദ്യം തന്നെ ഒരു മിസ്കോണ്ടക്ട്, അത് തെറ്റായിട്ടുള്ള ഒരു പരസ്യം വന്നു. അത് മെഡിക്കൽ എത്തിക്സ് അനുസരിച്ചിട്ട് ശരിയല്ല അത്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം വളരെ വളരെ വിശദമായിട്ട് ഈ ഡെന്റിസ്ട്രി, OFMS, ഓറോഫേഷ്യോ മാക്രോ സർജറിക്ക് അപ്പുറം ഒരുപാട് കാര്യങ്ങൾ, അതായത് ENT സർജൻസും പ്ലാസ്റ്റിക് സർജൻസും അങ്ങനെയുള്ള സർജന്മാരൊക്കെ ചെയ്യുന്ന മാതിരിയുള്ള ഡെർമറ്റോളജിസ്റ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് അദ്ദേഹം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളിൽ വെജൈനോപ്ലാസ്റ്റി എന്നുള്ള ഒരു
ചികിത്സ ചെയ്യുന്നുണ്ടതിലാണ്. ഈ ഡെന്റൽ സർജനും പിന്നെ ലേഡീസും വജേനയും തമ്മിൽ എന്ത് ബന്ധമാണെന്നുള്ളത് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ മിനോക്സിഡൈൽ എന്നുള്ള മരുന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കഷണ്ടി മാറാനുള്ള ചികിത്സ അതും ഡെന്റിസ്റ്റുമായിട്ട് എന്ത് ബന്ധമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഇദ്ദേഹം പിന്നെ അവകാശപ്പെടുന്ന പോലെ ഞാൻ മെഡിക്കൽ നെഗ്ലിജൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ശുദ്ധ പിന്നെ തെറ്റാണ്, നുണയാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അറിയാത്തൊരു കാര്യം പറ്റാത്തൊരു കാര്യം ചെയ്യുന്നത് തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് ആണത്. അറിയാത്തൊരു കാര്യം എന്ന് പറയാൻ കാരണം ഇദ്ദേഹം പാസ്സായത് MDS പാസ്സായത് 2015 ഈ 2015 ഇദ്ദേഹം പാസ്സായതിനു ശേഷം ഒരു മെഡിക്കൽ കൗൺസിലിന്റെ ഒരു പിന്നെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഡെന്റൽ സർജൻസ് ഇതുപോലുള്ള പ്രൊസീജിയേഴ്സ് ഇദ്ദേഹം പറയുന്ന മാതിരി പിന്നെ മൂക്ക്, ചെവി, പിന്നെ ത്രെഡ് ലിഫ്റ്റിംഗ് അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് 17/5/2019 ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഡെന്റൽ സർജൻസിന്റെ അത് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയാലും അവരുടെ സിലബസിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് കരിക്കുലത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളില്ലാന്ന്. എങ്ങനെയുള്ള വിഷയങ്ങൾ? PRP, ഡെർമറ്റോളജിക്കൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് PRP, ലേസർ അബറേഷൻ, ഡെർമൽ ഫില്ലർ, കെമിക്കൽ പീലിംഗ്, ത്രെഡ് ലിഫ്റ്റിംഗ്. ഓർമ്മിക്കുക, ത്രെഡ് ലിഫ്റ്റിംഗ്, സ്കിൻ ടാഗ് റിമൂവൽ എന്നുള്ള കാര്യങ്ങളൊന്നും ഈ അണ്ടർ ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റ് കരിക്കുലത്തിൽ വരില്ല എന്ന് വളരെ വ്യക്തമായി. ഡോക്ടർ വരുൺ നമ്പ്യാർ തന്നെ ഇവിടെ നമുക്കൊപ്പം ലൈനിലുണ്ട്. ഡോക്ടർ വരുൺ നമ്പ്യാർ, താങ്കൾ കേട്ട് കാണുമല്ലോ, ഇതിനൊരു മറുപടി ആണല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷമാണ് 2023 ഇവർക്ക് ഈ വിഷയങ്ങളൊക്കെ പഠിക്കാന്നുള്ളൊരു സർക്കുലർ പിന്നെ ഇറങ്ങിയത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ക്വാളിഫിക്കേഷൻ ഇല്ല ആൾക്കാർ ആണെങ്കിൽ പോലും അവർ ചെയ്യുന്നതിൽ പിഴവ് വന്നു കഴിഞ്ഞാൽ അത് മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണത്. അല്ലാതെ എനിക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിക്കൂല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചത് മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല എന്ന് പറയുന്ന ന്യായം നിലനിൽക്കൂല. ശരി ഡോക്ടർ വരുൺ നമ്പ്യാർ. നമസ്കാരം പത്മനാഭൻ ഡോക്ടർ. നമസ്കാരമുണ്ട് സർ. എനിക്ക് ഡോക്ടറോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2007 ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ കരിക്കുലം പ്രകാരം ഒരു മാക്സിലോഫേഷ്യൽ സർജൻ, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ, MDS കഴിഞ്ഞ മാക്സിലോഫേഷ്യൽ സർജന് ക്രേനിയോ മാക്സിലോഫേഷ്യൽ റീജൻ മുഖത്തിന്റെ കഴുത്തിന്റെ മുകളിലുള്ള 7 മുത്തി സംബന്ധമായിട്ടുള്ള മൂക്കിന്റെ സർജറി, താടിയലിന്റെ സർജറി, മുഖത്തിന്റെ ഫ്ലാപ്പ്, ക്യാൻസർ സർജറീസ്, ഇതൊക്കെ ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി വിഭാഗമാണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. പിന്നെ സാറ് പറഞ്ഞു 2016 ശേഷമാണ് വന്നത്. അത് ശുദ്ധമായിട്ടുള്ള അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. 2007 ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഗവൺമെന്റ് DCIയുടെ കരിക്കുലത്തിൽ തന്നെ ക്രേനിയോ മാക്സിലോഫേഷ്യൽ റീജിയനിലുള്ള എല്ലാ ഫേഷ്യൽ കോസ്മെറ്റിക് സർജറീസും ചെയ്യാൻ പ്രാപ്തനാണ് ഒരു MDS മാക്സിലോഫേഷ്യൽ സർജൻ. അല്ലാതെ ഒരു ഡെന്റിസ്റ്റ് അല്ല, ഒരു MDS കഴിഞ്ഞ ഒരു മാക്സിലോഫേഷ്യൽ സർജൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് സാർ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, വെജൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വെജൈനോപ്ലാസ്റ്റി എന്നല്ല, PRP, അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, PRP ഇഞ്ചക്ഷൻ വെജൈനയിൽ ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ച് വെസ്റ്റേൺ കൺട്രികളിൽ ഇങ്ങനെ ഒരു ചികിത്സ നടക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഇൻഫോർമേഷൻ ആണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോയിൽ. അതിന്റെ അവസാന വാചകവും ഇത് തന്നെയാണ്. ഇത് ചെയ്യേണ്ടത് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റ് ആണ് എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഒരു സ്ഥലത്ത് പോലും ഇത് ഞാൻ ചെയ്യണം എന്നുള്ള ഞാൻ ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഞാൻ എവിടെയും, അതായത് ഇതേ പറഞ്ഞ ഈ പത്മനാഭൻ ഡോക്ടർ സഹായത്തോടെ ഒരു ലൈബ്രേറ്റ് എന്നൊരു സോഷ്യൽ മീഡിയ സെർച്ച് എഞ്ചിന്റെ ഒരു പേപ്പർ എടുത്തിട്ട് എനിക്കെതിരെ ഒരു പരാതി വന്നിരുന്നു. അതായത് ഡോക്ടർ വരുൺ നമ്പ്യാർ ഒരു സെർച്ച് എഞ്ചിൻ മെഷീനാണ്. ഇതിനെതിരെ FIR ഇട്ടിട്ട് ഈ പറയുന്ന സൈബർ സെല്ല് അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇതിൽ തീർത്തും ഞാൻ നിരപരാധിയാണ്. കാരണം ഒരു സ്ഥലത്ത് പോലും ഞാൻ എല്ലായിടത്തും ഞാൻ എഴുതുന്നത് ഡോക്ടർ വരുൺ നമ്പ്യാർ മാക്സിലോഫേഷ്യൽ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ആണെന്നുള്ളതാണ്. പിന്നെ ഡോക്ടർ വരുൺ നമ്പ്യാർ, നിങ്ങളുടെ രണ്ടുപേരുടെയും
വാദം കേട്ട് കഴിഞ്ഞു. ഇതിൽ സാഹചര്യം ഉണ്ടാവട്ടെ, പരിഹാരം ഉണ്ടാവട്ടെ എന്ന് കരുതുന്നു. പരാതിക്കാരി ഒരിക്കൽ കൂടി നമുക്കൊപ്പമുണ്ട്. ഇതിൽ ഈ താങ്കളുടെ പരാതി സംബന്ധിച്ച് ഇനി എന്ത് നടപടിയാണ്? ഇതിപ്പം ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ ഈ വിഷയം ശ്രദ്ധയിലേക്ക് വരുന്നു. അതിനപ്പുറം നിയമപരമായ മറ്റെന്തെങ്കിലും നീക്കം നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പരാതി ഏത് രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ. അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എനിക്കൊരു മെഡിക്കൽ കൗൺസിൽ രൂപീകരിച്ച് അന്വേഷിക്കണം ഈ കേസ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ അതിനുള്ള റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ തന്നെ മാധ്യമങ്ങളോട് തന്നെ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ഇതുപോലത്തെ ഇങ്ങനത്തെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കുകൾ. കാരണം ഞാനൊരു അമ്മയാണ്, എനിക്ക് എന്റെ ജീവനോട് അവിടെ നിന്ന് തിരിച്ചു വരാൻ പോലും പറ്റില്ല എന്ന് ഞാൻ ആ ഒരു നിമിഷം വിചാരിച്ചിട്ടുണ്ട്. അപ്പോ അതേപോലത്തെ ഒരു അവസ്ഥ ഇനി ഒരാൾക്ക് ഉണ്ടാവരുത്. കാരണം അത്രയും ബ്ലഡ് ബാങ്ക് ഒക്കെ പോലെ അത്രയും വലിയ സൗകര്യത്തിൽ ചെയ്യേണ്ട ഈ സർജറി ENT സ്പെഷ്യലിസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്റെ ആ സമയത്ത് ഒരു വിവരമില്ലായ്മ പോലാണ് ഞാൻ അവർ ആ രീതിയിലാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആഡും കാര്യങ്ങളും തരുന്നത്. അതിൽ അദ്ദേഹം വിജയിച്ചു. അപ്പം ഞാൻ അവിടെ എത്തിപ്പെട്ടത്. അപ്പൊ അതേപോലെ ഇനിയും എന്നെ പോലത്തെ ഒരു വിക്ടിം ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ആണെങ്കിലും ഇപ്പം കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് നീതിപരമായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് കിട്ടണം. ശരി, എന്തായാലും അത് ആ രീതിയിൽ പരിഹരിക്കപ്പെടട്ടെ. എന്തായാലും കൊച്ചിയിലെ സ്ഥാപനത്തിനെതിരെയാണ് ഈ പരാതി ഉണ്ടാവുന്നത്. ആ പരാതിയിൽ അതിൻ്റെ ഉടമ തന്നെ അവരുടെ വാദം വിശദീകരിക്കുന്നുണ്ട്. അതേസമയം മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ് അവിടെ ഉണ്ടായതെന്ന് IMA അടക്കം പരിചയമുള്ള ഡോക്ടർമാരടക്കം വിശദീകരിക്കുന്നത്. എന്തായാലും ഇതിൽ അന്വേഷണം നടക്കട്ടെ, വ്യക്തത ഉണ്ടാവട്ടെ.